വിദ്യാർത്ഥികൾക്കും സുബൽ സാറാണ്. നമ്മൾ പ്ലസ് ടുക്കാർക്ക് വേണ്ടി ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. കാരണം മിക്കതും വേർഡ് പ്രോബ്ലംസ് ആണ്, മീനിങ് ഫുള്ളാണ്. അതുകൊണ്ടൊക്കെ തന്നെ അതിന് ചെയ്തു പോകുന്നതിനൊരു വഴിയുണ്ട്. നമ്മൾ സാധാരണ ഇപ്പോൾ ഡിഫറൻസിയേഷൻ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് എന്തോ വലിയ ടഫായിരുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ ഒരു കാര്യമില്ലായിരുന്നു, ചുമ്മാതെ ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ അതല്ല, ഡെറിവേറ്റീവിനെ കണ്ടുപിടിച്ച ശേഷം അതും കൊണ്ട് പ്രോബ്ലമായിട്ട് മീനിങ് ഉള്ള രീതിയിൽ കൂടെ മുന്നോട്ട് പോകണം. അത് ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിൽ കൂടെയാണെന്നുള്ളതാണ് ഇവിടുത്തെ കുഴപ്പം. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതങ്ങ് വിടും, പഠിക്കത്തേ ഇല്ല, സ്കിപ്പ് ചെയ്തങ്ങ് എക്സാമിനേഷനൊക്കെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ അടുത്ത ക്വസ്റ്റിലോട്ട് ഓടുക എന്നുള്ളതാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 7 മാർക്കുള്ള ചാപ്റ്ററാണ്, 3 ടോപ്പിക്സ് ഉണ്ട്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ഒരുവിധം പഠിച്ചു വെച്ചാൽ ഈ 7 മാർക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിക്കുള്ള ക്ലാസ് കിട്ടും. ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ട നോട്ട്സുകൾ ചാപ്റ്റർ വൈസായിട്ട്, പിന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസുകൾ ഏതൊക്കെ രീതിയിൽ കൂടെ പഠിക്കേണ്ടത്, ഏത് ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്, 2 അങ്ങനെ ഓർഡറാക്കി തരും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ്, എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസും ആൻസറുടെ ഓർഡറിലാക്കി തരും. ആ ഓർഡർ മാത്രം ലാസ്റ്റ് റിവിഷൻ നടത്തുക. ഫുൾ മാർക്ക് എല്ലാം കിട്ടുന്ന രീതിയിൽ കൂടെയാണ്. അതിന് താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഗിവൺ ഫംഗ്ഷൻ f of x equal to sin x plus cos x is strictly increasing or decreasing on 0 to pi. ഓക്കെ, ഈ ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നതും ഡിക്രീസിങ് ആവുന്നതും കണ്ടുപിടിക്കണം. ഏതൊക്കെ ഇൻ്റർവെൽ? 0 to 360 ആണ് കേട്ടോ, 0 to 360. അപ്പോൾ ഇതിൻ്റെ മെത്തേഡുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ദെൻ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സൈൻ എക്സിന് എത്ര മോനെ? കോസ് എക്സ് പ്ലസ് കോസ് എക്സിന് എത്രയാണ്? മൈനസ് സൈൻ എക്സ്. ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇതാണ്. ഓക്കെ, എന്താണ് ഇൻക്രീസിങ് ഡിക്രീസിങ് എന്നൊക്കെ അറിയാൻ തോന്നുന്നില്ലേ? നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇതുണ്ട്, ഇതിങ്ങനെ മണ്ടയ്ക്കോട്ട് പോകുന്നിടം വരെ കണ്ടോ, താഴോട്ട് വീഴുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇതാണ് ഇൻക്രീസിങ് ഇൻ്റർവെൽ. ഓക്കെ, ഇനി മണ്ടയ്ക്ക് താഴോട്ട് വരുന്ന ഭാഗത്തെ എക്സ് ആക്സിസിലെ ആ പോയിന്റ് ഡിക്രീസ്. അപ്പോൾ ഇത് ഇൻക്രീസിങ്ങും ഇവിടെ എന്താണ് ഡിക്രീസിങ്. ഇത്ര ഇൻക്രീസിങ് ഇത്ര ഡിക്രീസിങ്. ആ ഇൻ്റർവെലിനെ കണ്ടുപിടിക്കണം ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ച ശേഷം. പക്ഷെ നമ്മൾ വരയ്ക്കാതെ ഡെറിവേറ്റീവുകൾ കൂടെ കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഗ്രാഫ് വരയ്ക്കാതെ നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്തുകൊണ്ട് എക്സ് ആക്സിൽ എവിടം തൊട്ട് എവിടം വരെയാണ് ഫംഗ്ഷൻ ഇങ്ങനെ പോകുന്നത്, തിരിച്ച് താഴോട്ട് വരുന്ന എവിടം തൊട്ട് എവിടം വരെയാണ് എക്സ് ആക്സിസിൽ, അതാണ് ഇൻ്റർവെൽ. ഓക്കെ, ആ പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ ഡീവിയേറ്റ് ചെയ്യുന്ന പോയിന്റ്, ഇവിടെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത പോയിന്റ് ഇവിടെ ചെല്ലി മണ്ടയ്ക്ക് താഴോട്ട് വരുന്നു, ഇങ്ങനെ വന്നിട്ട് ആ ഡീവിയേഷൻ പോയിന്റ്സിനെ കണ്ടുപിടിക്കാൻ ഈ എഫ് ഡാഷ് എക്സ് കൂടെ കിട്ടി ഇയാളെ അങ്ങ് 0 നിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കതിന് വേണ്ടി 4 ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്നോ ഇങ്ങനെ പല രീതിയിൽ കൂടെ ആ പോയിന്റ്സിനെ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ പുട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു നിങ്ങൾ ആരും നിക്കേറ്റ് ചെയ്യുക 0. ഓക്കെ, ഒരു സെൻറ്റൻസ് വേണ്ടി എഴുതാം. 4 ക്രിട്ടിക്കൽ പോയിന്റ്സ് പുട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ 0 ഓർ കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. കോസ് എക്സ് ഈക്വൽ സൈൻ എക്സ് അല്ലേ, അല്ലെങ്കിൽ സൈൻ എക്സ് ഈക്വൽ കോസ് എക്സ്, അല്ലെങ്കിൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നൊക്കെ നമുക്ക് ഇനി എഴുതാം. കോസ് എക്സ് ഈക്വൽ സൈൻ എക്സ് വരുന്നത് എക്സിൻ്റെ ഏത് വാല്യൂനാമനെ? π/4 45 ഡിഗ്രി. ഓക്കെ, ശരിയല്ലേ? നമുക്കറിയാം സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആവുന്ന ഡിഗ്രി 45, രണ്ടിൻ്റെ വാല്യൂ π/1/√2 ആണ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? π/4. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ π/4 കിട്ടി. രണ്ട് ഇവിടെ ഇല്ല കേട്ടോ, ഫസ്റ്റ് ക്വാർട്ടറിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് 0 to 2π ആണ് നമ്മുടെ ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് വലിയ ഇൻ്റർവെൽ ഉണ്ട്, വരച്ചു. ഇത് 0, ഇതാരാമനെ 2π. ഇതിനിടയ്ക്ക് ഇപ്പോൾ നമുക്ക് π/4 കിട്ടി. ഇത് മാത്രമല്ല, സൈൻ എക്സും കോസ് എക്സും ഈക്വലാവുന്ന 0 to 360ൽ 45ൽ മാത്രമല്ല മോനെ, തേർഡ് ക്വാഡ്രൻറ്റിൽ ഇതേപോലെ രണ്ട് ഇവിടെയും ഇതേപോലെ സൈനും കോസും ഈക്വൽ ആവുന്നുണ്ട് കേട്ടോ. സൈൻ്റെയും കോസിൻ്റെയും ഈക്വൽ ആവുന്നുണ്ട്. അതേതാണെന്നറിയാമോ? ഇതിപ്പോൾ എത്ര കിട്ടിയത്? 45 അല്ലേ മോനെ? π/4 അല്ലയോ? π/4 ഒരു പൈ കൂട്ടിയാൽ മതി. പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 കൂട്ടുക. ഓക്കെ, ഇവിടെയുണ്ട്. തേർഡ് ക്വാർട്ടറിലും സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും വാല്യൂസുകൾ ഈക്വൽ ആവുന്ന ഡിഗ്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 + 1 35. ഓക്കെ, 180. ഓക്കെ, ആൻസർ ഈസ് 225 ആണ് കേട്ടോ. 225 ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ π/4 ഒരു പൈ കൂട്ടിയാൽ 180. അപ്പോൾ 1 വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ 1 × π 4 × π 4π/4. ആൻസർ ഈസ് എത്രയാണ്? 5π/4. ഓക്കെ, ഉണ്ടല്ലോ
പൈ പ്ലസ് 4π എത്ര മണി 5π/4. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, π/4 ആൻഡ് 5π/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയും 225 ഡിഗ്രി. ഇത് 360 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഈ 0യ്ക്കും 360യും ഇടയ്ക്ക് രണ്ട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ട്, 45 ഡിഗ്രിയിലും 225 എന്ന് പറഞ്ഞാൽ π/4ഉം 5π/4. ഓക്കെ, ഇനി നമുക്ക് ഇത് ഏതൊക്കെ ഇൻ്റർവെല്ലാണ് f'(x)ൻ്റെ ഈ വാല്യൂ പോസിറ്റീവ് ആകുന്നത് നെഗറ്റീവ് ആകുന്നത്. പോസിറ്റീവ് ആകുന്ന ഇൻ്റർവെൽ എല്ലാം ഇൻക്രീസിങ്ങും നെഗറ്റീവ് ആകുന്നത് ഡിക്രീസിങ്ങും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു എളുപ്പ വഴി ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഇൻ്റർവെല്ലിൽ ഒരു ഡിഗ്രിയെ പറയാമോ? ഏതെങ്കിലും ഒരു ഇൻ്റർവെൽ ഒരു ഡിഗ്രി, ഒന്നിന് ഇതിനിടയ്ക്ക്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിപ്പോൾ നമുക്കറിയാം 45, ഇത് 225, ഇതിൻ്റെ ഇടയ്ക്ക് 90 ഡിഗ്രി ഉണ്ടല്ലോ മതി ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഇൻ്റർവെലാണ്. ഈ ഇൻ്റർവെലിനെ കുറിച്ച് ചെക്ക് ചെയ്യുക. ഈ ഇൻ്റർവെലിനെ കുറിച്ച് ചെക്ക് ചെയ്താൽ അപ്പുറത്തെ ഇപ്പുറത്തെ നമുക്ക് എളുപ്പം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്കുള്ളൊരു ഡിഗ്രിയാണ് 90. ശരിയല്ലേ? അവന് 45നും 225നും ഇടയ്ക്ക് വരുന്ന ഒരു ഡിഗ്രിയല്ലേ 90. നിങ്ങൾ വേണ്ട ഈ എക്സിൻ്റെ പ്ലേസിലോട്ട് 90യെ കൊടുക്കുക. ഓക്കെ, 90 ഡിഗ്രി കൊടുക്കുമ്പോൾ cos 90 മൈനസ് സൈൻ 90. cos 90 0, സൈൻ 90 is 1, 0 മൈനസ് 1 ഈസ് -1. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. ഇതിനിടയ്ക്കുള്ള ഒരു ഡിഗ്രിയെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ദണ്ട് ഇത് മൈനസ് ആയി അല്ലേ? ഇത് മൈനസ് ആയി എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെൽ എന്തായി? സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയി. ഓക്കെ, ഇത് മൈനസ് ആയി കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആകും, അപ്പുറവും പ്ലസ് ആകും, ഓൾട്ടർനേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൈനസ്, ഇത് പ്ലസ്, അപ്പം ഉണ്ടല്ലോ. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് എന്നുള്ള രീതി. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു ഇടയ്ക്കുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവെൽ എടുക്കുക, അതിനിടയ്ക്കുള്ള ഒരു ഡിഗ്രി എടുക്കുക, ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻക്രീസിങ് ആവും ആ ഇൻ്റർവെൽ. അങ്ങനെയാണ് അപ്പുറം ഇപ്പുറം ഡിക്രീസിങ് ആവും. ഇതിപ്പോൾ നമുക്ക് നടുക്ക് കിട്ടിയത് ഡിക്രീസിങ് ആണ്. അപ്പോൾ അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? ഇൻക്രീസിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഇൻക്രീസിങ് ഇൻ്റർവെൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട്, ഇവിടെ ഇൻക്രീസിങ് ആ, ഇവിടെ ഇൻക്രീസിങ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ദാറ്റ് ഈസ് 0 to π/4, പിന്നെ യൂണിയൻ 5π/4 to 2π. ഓക്കെ, അതുപോലെ ഡിക്രീസിങ് ആകുന്നത് എവിടെ തൊട്ടാണ്? π/4 to 5π/4. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആകുന്നത്. അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇതൊന്നും ആരും അങ്ങനെ ചെയ്യാറില്ല, അങ്ങ് വിടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടാൻ ആർക്കാവായി അല്ലേ? ഓക്കെ, എക്സാമിന് വരുന്നതാണ്. നിങ്ങൾ ചെറിയ ക്വസ്റ്റ്യൻസുകളെ മാത്രം വിചാരിച്ചുകൊണ്ട് എക്സാമിന് പോയാൽ മാർക്ക് അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ കൂടെ മാത്സിന് ടെൻഷൻ ഇല്ലാതെ ഫുൾ മാർക്ക്. ഓക്കെ, ഗുഡ് ബൈ.